ഇപ്പൊ ഞാൻ കുറച്ച് സ്ഥലങ്ങൾ പറയാം. അപ്പം നിങ്ങൾ ട്രാവൽ ചെയ്യണം, പക്ഷെ ഒരാളെ നിങ്ങൾക്ക് കൂട്ടാം. ആമസോൺ ഉൾക്കാടുകൾ. ആരാ ചേട്ടന്? ചേട്ടന് ആഗ്രഹിച്ചൊരു കാര്യം സിനിമയില് സംഭവിച്ചത് ഇതുപോലെ തന്നെ ട്രാവലിംഗ് പോലെ സംഭവിച്ചൊരു കാര്യം ഉണ്ടോ? വേറൊരു കോമഡി ഉണ്ടായിട്ടുണ്ട്. വിലായത്ത് ബുദ്ധയിൽ ഞാൻ ഇങ്ങനെ നൈറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവിടെ രാജുവേട്ടൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശരിക്ക് 2-3 പോലീസുകാർ ശരിക്കുള്ള പോലീസുകാർ വന്നു. ഇവർ ഏതോ ഹൈ റാങ്കിലുള്ള ഏതോ പോലീസുകാരാണ്. അവർ എന്നെ ഇങ്ങനെ നോക്കി. എന്നെ നോക്കിയത് എൻ്റെ സ്റ്റാർസ് കണ്ടതും ഇവർ വന്നിട്ട് നേരെ വന്ന് സെൽട്ടണ്ട് അടിച്ചു നേരെ നിൽക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, കാരണം കുറേ പോലീസുകാരുണ്ട്. അപ്പോൾ ഇവരാരും ആണെന്ന് വിചാരിച്ച് ഞാനും ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലായി, എൻ്റെ ഈ ബോഡി ലാംഗ്വേജ് അവർക്ക് മനസ്സിലായി ഞാൻ ശരിക്കുള്ളതല്ലാതെ. അവരാകെ ഇതായി പോയി ഭയങ്കര. എന്നിട്ട് എല്ലാവരും ഈ വർത്താനൊക്കെ പറഞ്ഞ് ചായക്ക് കൊടുത്ത് സാറ്. കണ്ണൂര് പോലീസ് ക്യാമ്പ് ഉണ്ട്. അപ്പോൾ ഉണ്ട ലൊക്കേഷൻ ഷൂട്ട് നടക്കണം ഫസ്റ്റ് 2 days. അപ്പോൾ അവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ടാണ് ആര്യഭവനിൽ ഫുഡ് കഴിക്കാൻ പോകേണ്ടത്. വലിയ NH ആണ്. SRTC ഒന്നും നിർത്തി തരില്ല. ക്രോസ് ചെയ്യാൻ നോക്കിയാൽ നടക്കൂല. ഞങ്ങൾ യൂണിഫോമിൽ ആദ്യത്തെ 2 ദിവസം കഷ്ടപ്പെട്ട്. പിന്നെ ആലോചിച്ച് നമ്മ പോലീസ് ഇങ്ങനെ ഒരു വണ്ടി നിർത്തി തെറ്റാണ്. പക്ഷെ എന്നാലും നമ്മള് നമുക്ക് ജീവിതത്തിൽ പറ്റൂല അതിന്. ഒരുത്തിന് കൈ അടിച്ച് വണ്ടി നിർത്തി. ഓക്കെ താങ്ക് യു. എനിക്ക് മെഡിക്കൽ സ്റ്റുഡന്റ് ഒക്കെ ആയിട്ട് ഹണ്ടില് അതാ ചെയ്തത്. അപ്പം ആ കോളേജിൽ ഞാൻ ഗസ്റ്റ് ആയിട്ട് അതല്ല ആ കോളേജിൽ തലവരാൻ സിനിമ അത് OTT വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ആളുടെ റെസ്പോൺസ്, അതായത് ആൾക്കാർ കണ്ടത്. അതെ, ഭയങ്കര ഹാപ്പി. എന്താ വെച്ചാൽ തിയേറ്ററിൽ പോയി കാണണം തന്നെയായിരുന്നു എല്ലാവരും ആഗ്രഹം നമ്മുടെ സിനിമാ ക്രൂവിന്റെ. പക്ഷെ സാഹചര്യം കാരണം അതിലേക്ക് തിയേറ്ററിലേക്ക് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കുറെ ശ്രമിച്ചു. OTT ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ആൾക്കാർ സ്വീകരിച്ചത് വളരെ ഹാപ്പി. ഈ പടം എങ്ങനെയെങ്കിലും ആൾക്കാർ കാണണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ മനസ്സിലുണ്ടായിരുന്നു. തിയേറ്ററിലായാലും OTT ഏത് സ്ട്രീമിംഗ് വേദിയിലായാലും ഏത് പ്ലാറ്റ്ഫോമിലായാലും. അപ്പോൾ അത് ഭയങ്കര ഹാപ്പിയായി. ഒരു പടം തിയേറ്ററിൽ ഇറങ്ങി ഹിറ്റാവുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് ആർട്ട് വർക്ക്സ് വന്നുകൊണ്ടിരിക്കുന്നത്. മെസ്സേജസും കോൾസും ഇപ്പോഴും എൻ്റെ മനസ്സിലും എൻ്റെ ഡയറക്ടറിന്റെ മനസ്സിലും ആ പടം ഓടിക്കൊണ്ടിരിക്കണേന്നാണ്. കാരണം അങ്ങനെയാണ് നമുക്ക് റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ടാഗ്സ് ആയാലും എൻ്റെ ടാഗ് ഫോട്ടോസ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും കുറേ പേജസ് ഇങ്ങനെ ആർട്ടായിട്ട്. ഹായ് ഹലോ നമസ്കാരം. സൈന സോത്ത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഖജുരാഹോ ഡ്രീംസ് എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിലെ ടീം മെമ്പേഴ്സ് ആണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇങ്ങനെയൊക്കെ മലയാള സിനിമയിൽ ഒരുപാട് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള പടങ്ങൾ വന്നിട്ടുണ്ട്. ട്രാവലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പടമാണ്. ട്രാവലിംഗ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഖജുരാഹോ ഡ്രീംസ് പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി പോകുന്നത്? നോർമലി ആദ്യത്തെ ചോദ്യം അങ്ങോട്ടാണ് പോകാറുള്ളത്. അല്ല, ഈ ഒരുപാട് ട്രാവൽ സിനിമകൾ ഉണ്ടാകണമെന്ന് അധികം ഉണ്ടാകാറില്ലല്ലോ മലയാളത്തിൽ. വല്ലപ്പോഴും അല്ലേ ഉണ്ടാകുന്നത്. ഇത് ഫ്രണ്ട്ഷിപ്പിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ യുവ തലമുറയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിനിമ എന്ന് വേണേൽ പറയാം. പക്ഷേ എന്നാൽ അല്ലാത്തവർക്കും കൂടെ ഇതിനകത്തിലുള്ള കണ്ടന്റ് വൈസ് നമ്മൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന കണ്ടന്റാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഫ്രണ്ട്ഷിപ്പിനും ട്രാവലിനും ഒക്കെ ഇമ്പോർട്ടൻസ് പോകുന്നുണ്ടെങ്കിലും അത് അവിടെ ഖജുരാഹോ ഒരു അമ്പലത്തിൽ ചെല്ലുന്നതും അങ്ങനെ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നതും ആ ഗ്രാമമായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കഥയാണ് നമ്മൾ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാറ്ററാണ് നമ്മൾ കൺവേ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ എന്താ ഈ സിനിമ ചെയ്യാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയ ഒരു കാര്യം? എല്ലാവരും ഉണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഉണ്ട്. അപ്പൊ ഭയങ്കര രസം. അങ്ങനെ ഒരു ഗ്യാങ് ആയിട്ടുള്ള മൂവി ഒക്കെ ചെയ്യാൻ ഭയങ്കര രസമാണ്. ഈ ട്രാവലിംഗ് പശ്ചാത്തലത്തിൽ വരുന്ന സിനിമകളാകുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ട്രാവലിംഗ് ചെയ്യല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ പോയില്ലെങ്കിൽ ഷൂട്ട് ചെയ്യും. അപ്പൊ അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട്. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും മേജർ പരിപാടി. നമുക്ക് ഇന്ന ലൊക്കേഷൻസിൽ പോകാൻ പറ്റും. ഇപ്പൊ നമ്മളായിട്ട് പോകുമ്പോഴും ഒരു പെർമിഷനോടെ പോകുന്ന വ്യത്യാസമുണ്ട്. നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ഒക്കെ ഇവര് മറ്റേ സീനറി ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് എടുത്തു വെക്കും. ചിലപ്പോൾ ഓർഡിനറി നമ്മൾ സാധാരണ ടൂറിന് പോകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടൊന്നും കയറാൻ പെർമിഷൻ കിട്ടൂല. അപ്പൊ നമുക്ക് അങ്ങനെ കുറെ എക്സ്ക്ലൂസീവ് ലൊക്കേഷൻസും സൈറ്റ്സിലൊക്കെ പോകാൻ പറ്റി. അത് ഏറ്റവും വലിയൊരു. അല്ല, നമുക്ക് ടെൻഷൻ ഇല്ലാതെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സിനിമ ചെയ്യുമ്പോഴാണ്. കാരണം ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. നമുക്കവിടെ വർക്കിന് ചെല്ലണം, അല്ലാതെ ഈ ഒരു
സ്ഥലങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെൻഷൻ ഇല്ലാതെ പറ്റുന്നത് സിനിമ ചെയ്യുമ്പോൾ. അപ്പോൾ അതിങ്ങനെ ഒരു ട്രാവൽ മൂവി കൂടി ആകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. ആയിരിക്കും. ഇവിടെ എന്തായിരുന്നു ചോദ്യം? ചേട്ടാ വരണം. ചെലവും ലാഭം. ഞാൻ വിചാരിക്കും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ പ്രഷർ ആയിരിക്കും. അല്ല, നമ്മുടെ സിറ്റുവേഷൻ ചിലപ്പോ അതായിരിക്കും. പടത്തിലെ സീനും അത് തന്നെ ആയിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോ. അതെ 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 അതെ, എനിക്ക് തോന്നുന്നു ഇതുവരെ നമ്മൾ കാണാത്തൊരു റൊമാൻറ്റിക് സൈഡും കൂടെ ധ്രുവൻ ചേട്ടൻ്റെ സൈഡ് കണ്ടിട്ടുണ്ടല്ലോ. ഇതിൽ കുറച്ച് കൂടുതൽ പാട്ടൊക്കെ വന്നാൽ കുറച്ച് കൂടുതൽ റൊമാൻറ്റിക് അല്ല, അതേ റൊമാൻറ്റിക്കിലേക്കാണ് കൊണ്ടുവന്നത്. സോ ആ സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നു. ശരിക്കും ഈ പടം ഉണ്ടല്ലോ ഓൾറെഡി കുറച്ച് വർഷങ്ങളായി. നിങ്ങൾക്ക് ഈ പടത്തിന്റെ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ സിനിമയുടെ പ്രൊമോഷൻ ഇരിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന കാര്യം എന്താ? മനോജ് ചേട്ടനെ. എന്തുകൊണ്ടാ? പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇറങ്ങണതടക്കം പുള്ളിയുടെ ഒരു എഫേർട്ട് കാരനാണ്. അത് മനോജന്റെ ഡ്രീംസ് ആണ്. അതെ അതെ സത്യം. ഈ വൈ ഖജുറാവോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരുന്നു കാരണം? വൈ ഖജുറാവോ മീൻസ് വാട്ട് യു മീൻ? ഈ സ്ഥലം തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം, ഇതൊരു പ്ലേസ് ആക്കാം അല്ലേ? നമ്മൾ അജന്ത എല്ലാവരുടെയും ഉണ്ട്, അല്ലെങ്കിൽ ഖജുറാവോ ഉണ്ട്, അല്ലെ അതുപോലത്തെ ഒരുപാട് പ്ലേസ് ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ഖജുറാവോ എന്ന് ചിന്തിച്ചെടുത്ത സമയത്ത് ഒന്ന് കഥാപരമായി അവിടുത്തെ വില്ലേജുകളെ കുറിച്ചും അവിടുത്തെ ആൾക്കാരെ കുറിച്ചും ഒരുപാട് നമ്മൾ ഇങ്ങനെയുള്ള ടെറൈൻ എല്ലാം പഠിച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെയുള്ള ഈ സ്കൾപ്ചേഴ്സ് ഉണ്ട്, രതിശില്പങ്ങൾ. അപ്പോൾ അതിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്തപ്പോഴാണ് നമുക്ക് അങ്ങോട്ട് തന്നെ ട്രാവൽ അങ്ങോട്ടാക്കാം എന്ന് ചിന്തിക്കാൻ കാരണം അതാണ്. ഓക്കെ, നിങ്ങളുടെ ആദ്യം ഓർമ്മ എന്താ? ഇടയ്ക്ക് കൂടെ തമാശ നമുക്ക് ഈ സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അങ്ങനെ കുറേ നമുക്കതൊക്കെ ഓർമ്മ വരുന്നോണ്ടായി ചിരിക്കുന്നത്. ഇപ്പൊ രതിശില്പങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതൊക്കെ പോയി കണ്ടതിന്റെ ഒക്കെ ഓർത്തത് ചിരിച്ചതാ. ഓക്കെ. പിന്നെ ഇവര് കൊറേ ദൂരമുണ്ട് ഇതിന്റെ എൻട്രൻസ് തൊട്ട് നമ്മുടെ ഈ അമ്പലം വരെ. ഇവരെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങള് ഞങ്ങൾക്ക് ആകെ ഡിസ്റ്റൻസ് അറിയില്ലല്ലോ. അപ്പൊ ഞങ്ങള് പുറത്താണ് ഇപ്പൊ വരെ പോരാ റെഡി ആൾക്കാരൊക്കെ ഇപ്പൊ തന്നെ എന്റെ അടുത്ത് ഓടേണ്ടി വരും. ഞാൻ നോക്കുമ്പോ ഒരു ലോഡ് നടക്കാണ്ട് ഒറ്റോട്ട് വരുന്ന അകത്തേക്ക് വന്നിട്ട് അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് പറഞ്ഞിരിക്കും. അത് ഈ നമ്മൾ ഈ സിനിമയുടെ ത്രൂ ഔട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്. കാര്യം ട്രാവൽ സിനിമ ആയതുകൊണ്ടേ നമുക്കിപ്പം ഡ്രസ് ചേഞ്ച്, കോസ്റ്റ്യൂം ചേഞ്ചിനായാലും അല്ലാതുള്ള പേഴ്സണൽ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അമ്പലത്തിൽ ഉള്ളത് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ മേക്കപ്പിനും ഒക്കെ ഉള്ള സ്ഥലം ദൂരെയായിരിക്കും. നമ്മൾ ആക്ച്വലി 2 ഷിഫ്റ്റ് ചേഞ്ച് ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പോൾ അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഭയങ്കര വെയിലായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. ഒരു ട്രാവൽ സിനിമയ്ക്ക് ഞങ്ങൾ ആദ്യം ആ ഒരു ലൊക്കേഷനിൽ കണ്ടതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു എല്ലാവരും. ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ പരിപാടി ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ. അപ്പൊ എനിക്ക് ഭയങ്കര ഞങ്ങൾ രണ്ടും റീൽസ് ഒക്കെ എടുത്ത് നടക്കുന്നത്. അല്ല, അപ്പുറത്തെ ശരിക്കും വേറെ വേർഷിപ്പ് ഉള്ള ഒരു ടെമ്പിൾ ഉണ്ട് സൈഡില്. അപ്പൊ അതൊക്കെ ശരിക്കും ശിവലിംഗ നമ്മൾ അവിടെ പോയി ഞാനും ധ്രുവനൊക്കെ പോയി അവിടെ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പറ്റുന്ന ആൾക്കാർ അല്ല, അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ടെമ്പിൾ ആണ്. അത് ശരിക്കും അല്ല, എനിക്ക് പറ്റില്ല, മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ട്രൈ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അലമ്പൊക്കെ ഉണ്ടായിട്ട് അതാണ് എന്തെങ്കിലും അലമ്പൊക്കെ ഉണ്ടായിട്ട് എന്നെ പുറത്താക്കണ പോയി കഴിഞ്ഞാ. ഈ ഫ്രണ്ട്സ് ആയിട്ട് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ലൈവായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും, കുറെ മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ. ശരിക്കും ഈ ഫ്രണ്ട്സ് ആയിട്ട് ഒരു സിനിമ ചെയ്യുമ്പോഴൊരു പ്ലസ് പോയിന്റ് എന്താ? അത് ഇപ്പൊ തോന്നില്ല. അല്ല, സിനിമ ചെയ്യാൻ തോന്നില്ല. ഇവൻ എനിക്ക് തുടക്കത്തിൽ ആദ്യത്തെ ഒരു 5 days ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാൻ. നമ്മൾ ശരിക്കും ആ സിനിമ ചെയ്യാൻ ക്യാരക്ടറൊക്കെ പിടിച്ചൊക്കെ നിന്നിട്ട് ഫുള്ള് പാളിപ്പോയി എന്നെ. പിന്നെ വിചാരിച്ചു. പിന്നെ ഇവന് പരിചയം ഉണ്ടായിരുന്നു നേരത്തെ. ഇവൻ തീരെ മിണ്ടില്ലായിരുന്നു എൻ്റെ അടുത്ത്. ഇവൻ തീരെ മിണ്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങള് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര എല്ലാവരുമായിട്ട് ആ ഒരു ജെല്ലായപ്പം പിന്നെ ചെയ്യുന്നത്. അതാണ് ഈ വ്യത്യാസം എനിക്ക് ശരിക്കും മനസ്സിലായി. ഫ്രണ്ട്സ് ആയിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ് വർക്ക് ചെയ്യാൻ. തമ്മിൽ കളിയാക്കലാണ് തെറ്റിക്കഴിഞ്ഞാൽ. അതാണ് ഇപ്പൊ നമ്മൾ ഈ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ കളിയാക്കലുണ്ടാവും, ട്രോളലുണ്ടാവും, ക്യാരക്ടറായിട്ട് പെട്ടെന്ന് മാറുമല്ലോ. അതിലും ഷൂട്ടിന്റെ ഇടയിൽ തന്നെ ക്യാരക്ടറായിട്ടായിരിക്കും ക്യാരക്ടർ രീതിയിൽ അത് നല്ല രീതിക്ക് സിനിമക്ക് എഫക്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് വന്നിട്ട് കുറെ സീക്വൻസ് ഒക്കെ. കൂട്ടത്തിൽ അരിപറിക്കതാരായിട്ട് എല്ലാവരും. പിന്നെ എല്ലാവർക്കും അങ്ങനെ വലിയ ഡയലോഗ്സ് ഒന്നും അല്ല, അരിപറക്കാനായിട്ടൊന്നും ഇല്ലായിരുന്നു.
ഇതിപ്പോ നമുക്ക് നേരത്തെ സ്ക്രിപ്റ്റ് തന്നിട്ട് സെയിം ഡയലോഗ് കാണാതെ പഠിച്ചിട്ട് സിനിമ അങ്ങനത്തെ ഒരു വാശിയെ ഇല്ലായിരുന്നൊന്നുമില്ല. കാരണം നമ്മൾ പിന്നെയും ഇംപ്രവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോമഡി ആയതുകൊണ്ട് നമുക്ക് ആ സ്പോട്ട് ബാസി ബ്രോം ഷാർഫിക്കയും എന്തൊക്കെ ഇടുമെന്നൊന്നും പറയാൻ പറ്റില്ല. സ്പോട്ടിലിടുന്നത് ശരിയാ. അത് കണ്ട് ചിരിക്കാന്നല്ലാണ്ട് നമുക്ക് ആ നിവൃത്തി വേറെ വഴിയില്ല. ആ കൗണ്ടർ അടിച്ച് നിൽക്കാൻ പറ്റൂല. അപ്പൊ പിന്നീട് നമ്മൾ പിടിക്കാൻ തുടങ്ങി, തിരിച്ച് സാധനം പിടിക്കണം, എന്തെങ്കിലും പറയണം, അങ്ങനെ. അപ്പൊ അത് രസമായിരുന്നു. ശരിക്കും ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് തന്നെ അതുപോലെ പെർഫോം അങ്ങനത്തെ ടൈപ്പ് ഓഫ് സിനിമയല്ല ആക്ച്വലി ഇത്. ഏതാണ് ശരിക്കും ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പെട്ടെന്ന് ഡയലോഗ് പറയാ എല്ലാരും ഫൺ സിനിമകൾ ഇപ്പൊ പറഞ്ഞല്ലോ, അതാണോ അതോ നമ്മൾ സ്ക്രിപ്റ്റ് തന്ന ഡയലോഗ് പഠിച്ച് രണ്ട് രീതിയാണല്ലോ. ഏതാ കുറച്ച് നിങ്ങൾക്ക്? രണ്ടും നല്ലതാ. അല്ല, രണ്ടും നല്ലതാന്ന് എന്നെ പോലുള്ള ഒരാൾക്കൊക്കെ രണ്ടാമത്തെ അത്രയും ഫ്രണ്ട്സ് ആയിരിക്കണം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈ പറഞ്ഞ കൈന്നിട്ട് സംസാരിക്കാനും. ഇപ്പൊ ഞാൻ വരെയൊക്കെ തിരിച്ചു ഇവരുടെ അടുത്ത് പറയുന്ന രീതിയിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇതിലിപ്പോ അറിയാതെ വന്നു പോയത് അതൊക്കെ. അത് ഇവരെ കൂടെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലുള്ള മാത്രം പറഞ്ഞ് ശീലിച്ച് ഞാനൊക്കെ ഇവരുടെ കൂടെ ഈ സിനിമയ്ക്കകത്ത് നമ്മൾ കൈന്നൊക്കെ ഞാൻ ഇവരൊക്കെ പോടാന്നൊക്കെ വിളിച്ച്, അത് സ്ക്രിപ്റ്റിലൊന്നും ഇല്ല, വിളിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് പിന്നെ സ്പോട്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര അത് ഈ ഇങ്ങനെ ഒരു സിങ്ക് ആയതുകൊണ്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ചെയ്യുമ്പോൾ കിട്ടും. അല്ലാതെ സ്ക്രിപ്റ്റ് ഒന്ന് ചെയ്യുന്നതും അത് വേറൊരു എക്സ്പീരിയൻസാണ്. അത് നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ അതിൽ ഭയങ്കര ഫോക്കസ് ചെയ്ത് രണ്ടും നല്ലതാണ്. രണ്ടും ഭയങ്കര എന്റെ ഒരു വിശ്വാസത്തിൽ അത് സിനിമയുടെ ടൈപ്പ് പോലെ ഇരിക്കും. ആ സിനിമയുടെ ലൈഫ് എന്താണ്, ക്രൂ മാത്രല്ല ആ പടത്തിന്റെ ക്യാരക്ടർ ജോൺറ എന്താണെന്ന് ഡയറക്ടേഴ്സ് പെർസ്പെക്റ്റീവിൽ പറയുവാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സ്ക്രിപ്റ്റിൽ എഴുതിയത് പറയുന്നതാണ് ഡയറക്ടേഴ്സ് പെർസ്പെക്റ്റീവിൽ നല്ലത്. പക്ഷെ ഇങ്ങനെ ഒരു ജോണറിലുള്ള സിനിമ ഫ്രണ്ട്ഷിപ്പ് പരിപാടിയിൽ നമുക്ക് ചിലപ്പോ ഇങ്ങനെ വാശി പിടിച്ചെങ്കിൽ ചിലപ്പോ നല്ല സാധനം മിസ് ഔട്ട് കിട്ടില്ല. ഓരോ സ്ഥലത്ത് എത്തുമ്പോ അവിടുത്തേതായിട്ടുള്ള കോമഡികളും ഇതൊക്കെ മാറും. ഓക്കെ. ഇപ്പൊ ഇത്രയും വർഷമായി ഇപ്പൊ ഒരു ആസ് എ ഡയറക്ടർ എന്ന നിലയിൽ ഇപ്പൊ എല്ലാവരും പറഞ്ഞു ഇത് ചേട്ടന്റെ ഡ്രീമാണ്. ഇപ്പം ഈ ഒരു സിനിമ പുറത്തൊരു ആദ്യത്തെ സിനിമയാണ്. ഇത് സിനിമ പുറത്ത് വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. ഡയറക്ടർ മിഷൻ ഇമ്പോസിബിളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു രാജു സാറിന്റെ ശിഷ്യനാണ്. ആ ഒരു സ്റ്റോറി കൂടി ഉണ്ട്. സോ ഈ സിനിമയുടെ ഒരു ജേർണി അതറിയില്ലേ? ഞാനത് ഈ അടുത്താണ്. ഇപ്പൊ ആ ഒരു നമുക്കൊരു ഒരു ഒരു എക്സാം പാസ്സായ ഒരു ഫീൽ ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ കൂടെ ശിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്. ഇപ്പം അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത് ഇപ്പൊ ആദ്യം പടം വരുന്നത് ഇത്രയും ഒരു ജേർണി ഉണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോ ആ ഒരു ജേർണി എങ്ങനെയാ കാണുന്നത്? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു ലോങ് ജേർണി ആയിരിക്കും. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ അവസ്ഥയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടില്ല. നല്ല സിനിമകളുടെ ഭാഗമാകണം, നല്ല സിനിമയുടെ കൂടെയാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല സിനിമകൾ വീണ്ടും ഇനിയും ചെയ്യണമെന്ന് ഒരുപാട് കഥകളുടെ പിന്നാലെ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഒരവസ്ഥ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ അതെല്ലാം ഓരോ ഇത് മാറും നമ്മളൊന്നും ചിന്തിക്കത്തില്ല. ഇത് മാറും എന്ന് ചിന്തിക്കുന്നു, വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മളതിനെ ഫേസ് ചെയ്യാം. വി ആർ റെഡി ടു ഫേസ് ഇറ്റ് വാട്ടെവർ ഇറ്റ് ഈസ്. ആർട്ടിസ്റ്റ് നിങ്ങളുടെ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നമുക്ക് തന്നെ എല്ലാവരും ബാസി ബ്രോ, ഇവൻ ചന്തു പിന്നെ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം അടിപൊളിയായിരുന്നു, ചില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ട്രിപ്പ് പോയി വന്നൊരു മൂഡ്. ട്രിപ്പ് അതന്നെ ആക്ച്വലി അങ്ങനെ തന്നെയായിരുന്നു മൊത്തം. പിന്നെ ഈ ലൊക്കേഷൻ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തിട്ട് ബൈക്ക് എടുത്ത് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഹാപ്പിനെസ് ആയിരുന്നു. കാരണം വീട്ടിൽ നിന്ന് എന്തായാലും വിടൂല. പേഴ്സണൽ ഇഷ്യൂ ഉണ്ട്. അതിന് മുമ്പ് ഒരു ഇൻസിഡന്റ്, ഫാമിലി ഫ്രണ്ട്സ് ഇങ്ങനെ അങ്ങനെ അതുള്ളതുകൊണ്ട് വീട്ടിൽ ഭയങ്കര പേടിയാ വിടാൻ. ഇതാണെങ്കിൽ സേഫ്, ഫ്രണ്ടിലും ബാക്കിലും വണ്ടി ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് മൂന്നാറേക്ക് ഇപ്പൊ എന്റെ ഒരു ബൈക്ക് എടുത്തിട്ട് ഞാൻ പോയത് ട്രാവല്. അപ്പൊ അതൊക്കെ ഇങ്ങനെ കവറപ്പായി വന്നത് ഇതിലൊക്കെ പോയി അഭിനയിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴൊക്കെയാണ്. ഏറ്റവും കൂടുതൽ ത്രില്ല് ഇതായിരുന്നു, ബൈക്കിന് ട്രാവൽ ചെയ്യാം, ബൈക്ക് ഓടിച്ച്. അല്ല, ഞാനിതുപോലെയാണ്. എനിക്കും അങ്ങനെ ഒട്ടും നമ്മളങ്ങനെ ട്രാവൽ ചെയ്യുന്ന അല്ലാതെ തന്നെ ട്രിപ്പ് പോകുന്നത് ഞാൻ വളരെ കുറവാണ്. അപ്പൊ ബൈക്ക് എടുത്ത് ഇങ്ങനെയൊക്കെ പോകാന്ന് പറയുന്നത്, അതും 4-5 ബോയ്സിന്റെ കൂടെ ഒക്കെ പോകാന്ന് പറയുന്നതേ എനിക്കൊരു ഡ്രീമാണ്. അത് നടക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ റിയൽ ലൈഫിൽ. അപ്പം അതെനിക്ക് സിനിമയിൽ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണല്ലോ വേറെ ലൈഫിനെ വെച്ച് നോക്കുമ്പോഴും. സോ അങ്ങനെ ഒരു സിനിമ വന്നത് ശരിക്കും എനിക്ക് ഭയങ്കര ഹെൽപ്പായിട്ടുണ്ട്. ഈ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് വേഷങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, ടീച്ചർ ആവാം, ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യാം. ലൈഫിൽ നമ്മുടെ റിയൽ ലൈഫിൽ നടക്കാത്ത പലതും നമുക്ക് ക്യാരക്ടറായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിച്ചൊരു കാര്യം സിനിമയിൽ സംഭവിച്ചത് ഇതുപോലെ തന്നെ ട്രാവലിംഗ് പോലെ സംഭവിച്ചൊരു കാര്യം ഉണ്ടോ സിനിമയിൽ വന്നിട്ട്? പോലീസായിട്ട് അത് ആഗ്രഹമായിരുന്നു. ആഗ്രഹം എന്ന് വെച്ചാൽ
എപ്പോഴും നമ്മളൊരു 10ാം ക്ലാസ് 11 കഴിയുമ്പോൾ ചിന്തിക്കുമല്ലോ ഏത് വഴിയിലേക്ക് പോകണം. പോലീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പവറാണ്, എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. പക്ഷെ അതിന്റെ ട്രെയിനിങ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കഷ്ടപ്പെടണം. കുറച്ച് കഷ്ടപ്പാടാണ്. പിന്നെ അതുമല്ല, ചെറിയ പണിയല്ല പോലീസ് ആവാന്നുള്ളത്. അത് ഭയങ്കര വലിയ ഉത്തരവാദിത്തമാണ്. എന്നെ പോലത്തെ ഒരു വ്യക്തിയൊക്കെ അതൊക്കെ ഏറ്റെടുത്താൽ ചിലപ്പോൾ അത് ആളും അതാണ്. അപ്പൊ എനിക്ക് സിനിമയിലാകാൻ പറ്റി. ജൂണില് കോൺസ്റ്റബിൾ ആയിരുന്നു. അങ്ങനെ ഇത് തന്നെയാണ് പോലീസ് ആയിട്ടുണ്ട്. അപ്പൊ അത് പോലീസ് അല്ല, ഫോറസ്റ്റ് ആണ്, പക്ഷേ സെയിം യൂണിഫോം. അപ്പൊ അതൊരു ഭയങ്കര ത്രില്ലടിക്കുന്ന ഒരു മൊമെന്റ് ആയി പറഞ്ഞ പോലെ. യൂണിഫോം കാണുമ്പോൾ അത് ഇടുമ്പോ തന്നെ ആർട്ടിസ്റ്റ് ഒരു നടന് പോലീസ് സ്റ്റേഷൻ ഒരു ഡ്രീം ഒരു വേഷമാണോ ശരിക്കും? അതൊരു പവറുള്ള വേഷമല്ല, അത് വേഷമല്ല, അതൊരു പവർ ആയിട്ടുള്ള ഒരു വർക്ക് എന്നല്ല, ഒരു ഇതാണ്. അപ്പൊ അത് നമുക്ക് ആ വേഷം നമ്മളതായിട്ട് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല ആ വേഷത്തില്. വേറൊരു കോമഡി ഉണ്ടായിട്ടുണ്ട്. വിലായത്ത് ബുദ്ധയിൽ ഞാൻ ഇങ്ങനെ നൈറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവിടെ രാജുവേട്ടൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശരിക്ക് 2-3 പോലീസുകാർ ശരിക്കുള്ള പോലീസുകാർ വന്നു. ഇവർ ഏതോ ഹൈ റാങ്കിലുള്ള ഏതോ പോലീസുകാരാണ്. അവർ എന്നെ ഇങ്ങനെ നോക്കി. എന്നെ നോക്കിയത് എൻ്റെ സ്റ്റാർസ് കണ്ടതും ഇവർ വന്നിട്ട് നേരെ വന്ന് സല്യൂട്ട് അടിച്ചു നേരെ നിൽക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, കാരണം കുറേ പോലീസുകാരുണ്ട്. അപ്പോൾ ഇവരാരും ആണെന്ന് വിചാരിച്ച് ഞാനും ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലായി, എൻ്റെ ഈ ബോഡി ലാംഗ്വേജ് അവർക്ക് മനസ്സിലായി ഞാൻ ശരിക്കുള്ളതല്ലാതെ. അവരാകെ ഇതായി പോയി ഭയങ്കര. എന്നിട്ട് എല്ലാവരും ഇരുത്തി വർത്താനൊക്കെ പറഞ്ഞ് ചായക്ക് കൊടുത്ത് സാറ് ശരിക്കുള്ളതല്ലേ സല്യൂട്ടൊക്കെ കൊടുത്ത് അത് ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ഇതേപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ സല്യൂട്ടല്ല, കണ്ണൂര് പോലീസ് ക്യാമ്പ് ഉണ്ട്. അപ്പോൾ ഉണ്ട ലൊക്കേഷൻ ഷൂട്ട് നടക്കുന്നത് ഫസ്റ്റ് 2 days. അപ്പോൾ അവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ടാണ് ആര്യഭവനിൽ ഫുഡ് കഴിക്കാൻ പോകേണ്ടത്. മറ്റു വലിയ NH ആണ്, KSRTC ഒന്നും നിർത്തി തരില്ല. ക്രോസ് ചെയ്ത് നോക്കിയാൽ നടക്കൂല. ഞങ്ങൾ യൂണിഫോമിൽ ആദ്യത്തെ 2 ദിവസം കഷ്ടപ്പെട്ട് പിന്നെ ആലോചിച്ച് നമ്മ പോലീസ് ഇങ്ങനെ ഒരു വണ്ടി നിർത്തി തെറ്റാണ്. പക്ഷെ എന്നാലും നമുക്ക് ജീവിതത്തിൽ പറ്റൂല അതിന്. ഇങ്ങനെ ഒരുത്തിന് കൈ അടിച്ച് വണ്ടി നിർത്തി ഓക്കെ താങ്ക് യു. ഇതുപോലെ എന്തെങ്കിലും എനിക്ക് മെഡിക്കൽ സ്റ്റുഡന്റ് ഒക്കെ ആയിട്ട് ഹണ്ടില് അതാ ചെയ്തത്. അപ്പം ആ കോളേജിൽ ഞാൻ ഗസ്റ്റ് ആയിട്ട് അല്ല അതല്ല ആ കോളേജിൽ ഞാനതിലെന്തൊക്കെയോ പരീക്ഷണമൊക്കെ ചെയ്യുന്ന ഷോട്ടൊക്കെ എടുത്തിരുന്നു. അപ്പൊ എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇതുവരെ ചെയ്യാത്ത പരിപാടികളാണല്ലോ. പിന്നെ ഡോക്ടർ ആ കോട്ടൊക്കെ ഇടുന്ന ഭയങ്കര രസമുള്ള പരിപാടി. ആ കോളേജിൽ നമുക്ക് ഞാൻ പല ലൊക്കേഷനും നമുക്ക് കയറി പോകാൻ പറ്റാത്ത ഒരു പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്ററൊക്കെ ആണെങ്കിലും ഞാൻ കൂളായിട്ടൊക്കെ നമുക്ക് അത് ഈ വേഷം ഇടുന്നോണ്ടാണ് നമുക്ക് അവിടേക്കൊക്കെ പോകാനൊക്കെ പറ്റിയത്. സോ അത് ചെയ്തപ്പോ ഞാൻ കുറച്ച് നേരത്തെ ഞാൻ മറ്റേ പാരസെറ്റമോളും മാത്രമേ എനിക്ക് അറിയുള്ളൂ. പക്ഷെ ഈ നാദൃശ്യങ്ങളുടെ പടം ചെയ്യുമ്പോ ഞാൻ SI ആയിരുന്നു. അപ്പൊ അത് ഇറങ്ങിയിട്ടില്ല, അത് OTT-ലായിരുന്നു ഇറങ്ങിയിട്ടില്ല. അപ്പോ എനിക്ക് അനുഭവം ഇതാണ്. നമ്മൾ പനമ്പള്ളിയില് പാസ്പോർട്ട് ഓഫീസിന്റെ അവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ഡേ ടൈം, അപ്പൊ നമ്മളുടെ ഷൂട്ട് ഇവര് കാണുന്നില്ല. ബാക്കി ആൾക്കാർ ഇപ്പർ സൈഡിൽ ആക്സസ് വെച്ചേക്കണേ. സ്കൂട്ടറുകാർ വരുമ്പോ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ അപ്പൊ തന്നെ വളച്ചു പോണേ. ഞങ്ങളത് എൻജോയ് ചെയ്യണേ പോയിട്ടുണ്ടോ. പക്ഷെ നിങ്ങൾ ആൺകുട്ടികൾ അങ്ങനത്തെ വല്ല ഇൻസിഡന്റിൽ ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി കാണിക്കാൻ കണ്ടിട്ടുണ്ട്. അതായത് പോലീസ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും പോലീസ് ഉണ്ട്, പറഞ്ഞു കൊടുക്കും, ചെറിയ പണിയും കൊടുക്കാറുണ്ട്, പറ്റിക്കും. ഇവിടെ പോലീസ് ഉണ്ട്. എന്തൊരു മനസ്സുഖം. അപ്പൊ ഇതൊരു ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പടമാണല്ലോ. അപ്പം നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ട്രാവലിംഗ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാന്നൊക്കെ ഇഷ്ടമാണോ? ട്രാവൽ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ കുറച്ച് സ്ഥലങ്ങൾ പറയാം. അപ്പം നിങ്ങൾ ട്രാവൽ ചെയ്യണം, പക്ഷെ ഒരാളെ നിങ്ങൾക്ക് കൂട്ടാം. പറയാം നമുക്ക് കേട്ടാ പിന്നെ അടുത്ത ട്രിപ്പിന് പോകുമ്പോൾ നിങ്ങൾ കൂട്ടിയാലോ. ഓക്കെ, സഹാറ മരുഭൂമി. പേര് അവിടെ സഹാറ മരുഭൂമി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. സ്ഥലമെങ്കിലും ഞങ്ങൾ മാറ്റി പിടിച്ചിട്ട്. ഞാനാണോ? എനിക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അങ്ങനെ സുഹൃത്തുക്കളൊന്നും ഈ കൂട്ടത്തിൽ നിന്ന് ഇവരൊക്കെ വേറെ ട്രിപ്പായിരിക്കും. അല്ല അങ്ങനെ ഒരാളെ മരുഭൂമിയിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ഒന്ന് വിളിക്കായിരുന്നില്ലേ? ഞാനും പെട്ടിടക്കണല്ലേ. ഈ കൂട്ടത്തിൽ നിന്ന് ആരായിരിക്കും?
ദുബായിലായോണ്ട് എന്തൊക്കെ ഉണ്ടാവും. മരുഭൂമിയിലൊക്കെ പോയി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം പറയട്ടെ, ഞാനാ ഈ കൂട്ടത്തിന്ന് ഇവിടെ തന്നെ സിനിമ ഇൻഡസ്ട്രി അവിടെ ആരും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാം. മരുഭൂമിയിൽ ആരെ കൂട്ടാനാ? അത് എനിക്കിനി കൊണ്ടുപോയാ പെട്ടാ ഞാൻ ഗണതിനെ കൊണ്ട് പോകും. എന്തുകൊണ്ടാ ഒരുമിച്ചാ കൊണ്ടട്ടെ. നീ എന്തായാലും മരുഭൂമി തന്നെ അല്ലേ, ഒരാളെ കൂട്ടല്ലേ? എല്ലാരും അവിടെ കൂട്ടം ഉണ്ടാവും. വേറെ ആളെ കൂട്ടണം. ഓക്കെ ഞാനിപ്പോ ആരെ കൂട്ടും? ആരില്ല ഒറ്റയ്ക്ക് പോ മാസ്. ഞാൻ അല്ലെങ്കിൽ അഖിലിനെ കൂട്ടും, തലവര ഡയറക്ടർ. ആ. കുറച്ച് വരാൻ പറ്റിയില്ലെങ്കിൽ കഥയെങ്കിലും എഴുതി ജീവിക്കാൻ. അവിടെ നിന്ന് ഫുള്ള് കഥ. ഓക്കെ അപ്പൊ ആരെ കൂട്ടും? ഞാൻ ഓൾറെഡി അവിടെ ഉണ്ട്. മനോജേട്ടനെ കൂട്ടാൻ പറ്റില്ല. ഞങ്ങളുണ്ടാവും. ആ മനോജേട്ടനെ കൂട്ടാം. ഓക്കെ ഒരു 6 മാസം കഴിഞ്ഞ് കൂട്ടി വിട്ടല്ലോ അങ്ങോട്ട്. അടുത്ത സിനിമയുടെ പ്ലാനിങ് അവിടെ വെച്ച് നടക്കാം. ഓക്കെ മനോജേട്ടൻ ആരെ കൂട്ടും? ഞാൻ ഈ സിനിമയിൽ കൂട്ടാനാണെങ്കിൽ മോഹൻദാസിനെ കൂട്ടും. മോഹൻദാസ് ഇതിന്റെ ആർട്ട് ഡയറക്ടറാണ്, പ്രൊജക്ട് ഡിസൈനറാണ്. അവിടെ ഞാൻ അങ്ങനെ ചിന്തിച്ചത്, ഈ സിനിമയിൽ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ സിനിമയെ നമ്മൾ മാക്സിമം എൻഹാൻസ് ചെയ്തത് മോഹൻദാസാണ്. ഈസ് വെരി ക്ലോസ് ടു മീ. ഞങ്ങൾ കുറച്ച് നാളായിട്ടുള്ള സൗഹൃദമുള്ള ഒരാളൂടെ ഉണ്ടായിട്ട് ഞാനത് പറഞ്ഞതാണ്. ഓക്കെ അല്ലാതെ ഇവരൊക്കെ തന്നെ എനിക്ക് കൂട്ടാവുന്നതാണ്. കാര്യം ഇവരെല്ലാം തന്നെ എന്നോട് വളരെയധികം അങ്ങേയറ്റം സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ സിനിമ തീർക്കാൻ പറ്റിയതും, അല്ല ഇന്ന് നമ്മളെല്ലാം ഒരുമിച്ച് ഇവിടെ ഇരിക്കാനും പറ്റിയത് ഇവരെല്ലാം എല്ലാം സഹകരണം കൊണ്ടാണ്. അതെ, കാരണം അവർക്ക് അത്രയും സിനിമയോട് അത്രയും പാഷനേറ്റ് തീർച്ചയായും തീർച്ചയായും ഇവരെല്ലാം തിരക്കുള്ളവരാണ്. തിരക്കൊന്നുമില്ല വെറുതെ. എന്നാലും പറഞ്ഞോട്ടെ. ഓക്കെ ആമസോൺ ഉൾക്കാടുകൾ. കാട്ടിലേക്ക് തന്നെ കൂട്ടിയോ? കാട് ഇഷ്ടം. അപ്പം പക്ഷെ ഒരാള് വേണോ? വേണം. സോളോ ഞാൻ ട്രിപ്പാണ് ഇഷ്ടം ആൾക്ക്. ഓരോ സ്ഥലത്തേക്ക് ഓരോ ആൾക്കാരെ വേണം. അയ്യോ അങ്ങനെ ഇല്ല ആളുകളെ. അധികം ഫ്രണ്ട് സർക്കിൾ ഇല്ല. എനിക്ക് ഫ്രണ്ട്സ് വളരെ കുറവാണ്, വളരെ. ചേട്ടനെ കൂടി പോ. അന്ന് ഞാൻ എന്റെ ബ്രദറിനെ കൊണ്ടു. ചേട്ടന് ഭയങ്കര എപ്പോഴും കൂടെ സെറ്റ്. വേറെ ആരും വേണ്ട. വേണ്ട. ചേട്ടൻ ഞാൻ അവനെ കൂട്ടിക്കോളാം. ആരാ ചേട്ടന്? ചേട്ടന് ഇവനെന്നെ കൂട്ടില്ല. ഇവനെന്നോട് പിന്നെ ഞാൻ എന്നെ കൂട്ടില്ല. അർജുൻ ചേട്ടൻ അല്ലാണ്ട് നീ വേറെ ഏരിയ ആമസോൺ ആരേച്ചാ കൊണ്ടുപോകാം? ആരും കൊണ്ടുപോവാ. ഫ്രണ്ട് സർക്കിൾ പിന്നെ ആമസോൺ ഫ്രണ്ട്സ് ഉണ്ട്. ആമസോൺ കാർഡ്. കുട്ടൻ, മജു, അവരെ നാട്ടിലെ കൂട്ടുകാർ. ഫ്രണ്ട്സ് ഉണ്ടാ? ഫ്രണ്ട്സിനെ ഇഷ്ടം ഫ്രണ്ട്സ് ഉണ്ട്. ഉണ്ടാവും. ഓ സിനിമയിൽ ആരും ലോഡ് ആൾക്കാരെ ഇല്ലാതെ ഇറക്കിയാൽ അവരിപ്പോ കാണുന്നതായിരിക്കും, ഞങ്ങളുടെ പേരൊന്നും പറയുന്നില്ല. എന്നത്തെ വിളിക്കും. എനിക്ക് പോകാൻ പറ്റില്ല അങ്ങോട്ട് ഒന്നും. നീ ഒരാളുടെ പേര് പറഞ്ഞ ബാക്കി ഫ്രണ്ട്സ് തന്നെ ഞാൻ 3 ചോദ്യം കൂടെ ഉണ്ടാ. വേറെ സ്ഥലങ്ങൾ കൂടി ആഡ് ചെയ്ത്. ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അത് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കിന് ഞാൻ കൊണ്ടുപോണത്. ആരെ കൊണ്ടുപോകും? വിഷ്ണു തന്നെ കൂട്ടുകാരുണ്ട് ദുബായിലത്തെ. വിഷ്ണു വിനീഷ്, അവനും കൂട്ടിക്കൊണ്ടോ. അവനിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇഷ്ടം. ഓക്കെ, എനിക്ക് അർജുൻ ചേട്ടന്റെ കൂട്ടത്തിൽ എല്ലാവർക്കും ഈ ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അങ്ങനെയൊന്നുമില്ല. അല്ലാത്തവരുണ്ട്. ആ ഓക്കെ സീരിയസ്. ഓക്കെ, ഈ തലവരാൻ സിനിമ അത് OTT വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ആളുടെ റെസ്പോൺസ്, അതായത് ആൾക്കാർ കണ്ടത്. അതെ, അത് തിയേറ്ററിലായാലും ഒരുപാട് പേര് പടം കണ്ട്. കുറച്ചത് ഇപ്പൊ OTT വന്നപ്പോ ഒരുപാട് പേര് കണ്ടു. പേരുണ്ട്. ഒരുപാട് റെസ്പോൺസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആസ് എ ആക്ടർ എന്ന നിലയില് സോറി ഞാൻ പിടിച്ചില്ല. ഞാൻ പേടിച്ചു അല്ലെങ്കിൽ പിടിക്കും. ഓക്കെ, ആസ് എ ആക്ടർ എന്ന രീതിയിൽ അത് കാണുമ്പോഴൊരു ഭയങ്കര ഹാപ്പി. എന്താ വെച്ചാല് തിയേറ്ററിൽ പോയി കാണണം തന്നെയായിരുന്നു എല്ലാവരുടെ ആഗ്രഹം, നമ്മുടെ സിനിമ ക്രൂവിന്റെ. പക്ഷെ സാഹചര്യം കാരണം അതിലേക്ക് തിയേറ്ററിലേക്ക് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കുറെ ശ്രമിച്ചു. OTT ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ആൾക്കാർ സ്വീകരിച്ചതിൽ വളരെ ഹാപ്പി. ഈ പടം എങ്ങനെയെങ്കിലും ആൾക്കാർ കാണണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ മനസ്സിലുണ്ടായിരുന്നു. തിയേറ്ററിലായാലും OTT-യിലായാലും ഏത് സ്ട്രീമിംഗ് വേദിയിലായാലും ഏത് പ്ലാറ്റ്ഫോമിലായാലും. അപ്പോൾ അത് ഭയങ്കര ഹാപ്പിയായി. ഒരു പടം തിയേറ്ററിൽ ഇറങ്ങി ഹിറ്റാവുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് ആർട്ട് വർക്ക്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മെസ്സേജസും കോൾസും ഇപ്പോഴും എൻ്റെ മനസ്സിലും എൻ്റെ ഡയറക്ടറിന്റെ മനസ്സിലും ആ പടം ഓടിക്കൊണ്ടിരിക്കണേന്നാണ്. കാരണം അങ്ങനെയാണ് നമുക്ക് റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ടാഗ്സ് ആയാലും എൻ്റെ ടാഗ് ഫോട്ടോസ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും കുറെ പേജസ് ഇങ്ങനെ ആർട്ടായിട്ട്. ഓൾറെഡി സ്റ്റോറീസിലായാലും സ്റ്റിൽ ഇപ്പോഴും ചേട്ടൻ ഈ വരയ്ക്കുന്ന ആൾക്കാരായാലും അവരുടെ ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് അയക്കുമ്പോൾ നമ്മള് തിരിച്ചു നോക്കി ഒന്ന് കൊളാബാക്കി ഇട്ട് കൊടുക്കുക എന്നുള്ള സന്തോഷം
ശരിയാ. അതിപ്പോ നമ്മൾ സാധാരണക്കാരായിട്ട് ആളുകൾക്ക് നിങ്ങൾ സെലിബ്രിറ്റി എപ്പോഴും ഒരു ഹൈ ലെവലിൽ നിൽക്കുന്നതാണ്, ആക്സസ് ചെയ്യാൻ എളുപ്പമെല്ലാം ചിന്തിക്കുന്നതാണ്. ഇപ്പൊ കുറെയൊക്കെ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. സോ ആളുകളുടെ ഈ ഒരു സ്നേഹവും റെസ്പോൺസ്, നിങ്ങൾ ഒരു ചെറിയൊരു റിപ്ലൈ കൊടുത്താലും അത് ഭയങ്കര സന്തോഷമായിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സോ ഈ ഫാൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ, സോ എപ്പോഴും അവരുടെ അടുത്തൊരു കണക്ഷൻ വെക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സാധാരണ ആളായിട്ട് സിനിമയിൽ എത്തണം എന്ന് ആഗ്രഹിച്ച സമയത്ത് നമ്മൾ കാണുന്ന സെലിബ്രിറ്റീസ് ഒക്കെ ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചൊരു ടൈം ഉണ്ടാവും. സോ സിനിമയിൽ വന്നതിന് ശേഷം അത് എങ്ങനെ കാണുന്നത്? ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ പണ്ട് ചെറുപ്പത്തിൽ അച്ഛൻ തൊട്ട് തുടങ്ങാം ഓട്ടോഗ്രാഫ് ഒന്ന് മേടിക്കണ കുറേ കണ്ടിട്ടുണ്ട്, ആ പിള്ളേരെ കൂടി ഒന്ന് മേടിക്കണത്. പിന്നീട് സൗബിക്കയുടെ കൂടെ പറവ ചെയ്യണ സമയത്ത് പുറത്തിറങ്ങി നടക്കുമ്പോൾ കിട്ടുന്ന ഒരു അപ്രോച്ച് സൗബ്. അപ്പോൾ അതൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടായി, ഒന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ ഒരു ഫോട്ടോ എന്നോട് എടുത്തിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് എന്നെ ആദ്യം ഒരു ഇനോഗ്രേഷൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ സൗബിക്ക ഞാൻ പ്രോപ്പറായിട്ട് പടത്തിൽ ആൾക്കാർക്ക് എന്നെ അറിയുപോലും ഇല്ലാണ്ട് എന്നെ സ്റ്റേജിൽ കയറ്റി ഇരുത്തിയാണ് സൗബിക്ക കൊച്ചിൻ കോളേജിൽ. അപ്പൊ അന്ന് ഞങ്ങള് ആൾക്കാരെ അടുക്കാതിരിക്കാൻ വേണ്ടി ഗൈഡ് ചെയ്ത ഒരു മച്ചാനുണ്ട്, ഡാറ്റു എന്ന് പറഞ്ഞിട്ട്. അവനിപ്പോ ചത്താപ്പച്ചൽ എൻ്റെ കൂടെ അഭിനയിക്കുന്നുണ്ട്, മേജർ റോളാണ്. അപ്പൊ എഫ് സി ബോയ് ഇല്ലേ, എഫ് സി ബോയുടെ അനിയനാണ് ഡാറ്റു. അപ്പൊ ഇങ്ങനെ ഒരു കണക്ഷൻസും. അപ്പൊ എനിക്ക് പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ വന്ന് ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കൊതിച്ചിരുന്ന സാധനം, സ്വപ്നം കണ്ടതൊക്കെ ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു വേദിയാണ്. അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഫോട്ടോ എടുക്കും, മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ അയക്കാറുണ്ട്, മാക്സിമം നോക്കാറുണ്ട്. ഈ സ്നേഹത്തിന്റെ കൂടെ തന്നെ കുറെ മെസ്സേജസും വരും, അതും ശ്രദ്ധിക്കണം. പക്ഷെ അതിന് റെസ്പോണ്ട് ചെയ്യാറില്ല. നിങ്ങൾ എങ്ങനെയാ അതിനെ എടുക്കുന്നത്? ഇങ്ങനെ തന്നെ എല്ലാവരും നമ്മളടുത്ത് അങ്ങനെ നല്ല രീതിയിൽ മെസ്സേജ് ഒക്കെ വരുന്നത് നമ്മൾക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. നമ്മൾ ഇഷ്ടമാണെന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. അപ്പൊ അതാ സന്തോഷത്തോടു കൂടി തന്നെ എടുക്കുക. പിന്നെ ഇപ്പോഴത്തെ കാലത്തെ ഈ പറഞ്ഞ പോലെ പറഞ്ഞു നേരത്തെ ആളുടെ കാര്യം പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആരാണ് പെട്ടെന്ന്. സിനിമ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം, പെട്ടെന്നായിരിക്കും ഒരാളുടെ ലൈഫൊക്കെ മാറുന്നത്. അത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും ഒരുപോലെ കാണാനാണ് ഇപ്പൊ ഞാൻ ശ്രമിക്കുന്നത്. ഒരാളും വലുതും ചെറുതും അല്ല, എപ്പോ വേണമെങ്കിലും മാറാം. സോ അങ്ങനെ എല്ലാവരും ആ ഒരു ഈക്വലി കാണാൻ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരോടും സ്നേഹം തോന്നും. ശരിയാ. അതെന്റെ ബ്രദർ എപ്പോഴും പറയും, നമ്മൾ താഴെ കിടന്ന ഒരു ചെറിയ പേപ്പർ പോലും നമ്മൾ അതിനെ വിലയില്ലാതെ കാണും, നാളെ ചിലപ്പോൾ അത് പട്ടമായിട്ട് മാറാം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ശരിയാ. സോ അങ്ങനെ കാണുന്നത്. ധ്രുവൻചേട്ടൻ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ പണ്ട് ആർട്ടിസ്റ്റ് ആവണം അല്ലെങ്കിൽ സിനിമയിൽ വരണം ഒരുപാട് ആഗ്രഹിച്ച ആളാ, തിരിച്ചു വരുമ്പോൾ നമ്മളെ ആളുകൾ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ കാണാൻ പുറത്തുമ്പോൾ സെൽഫി എടുക്കുന്നു, ആ ഒരു യാത്ര എങ്ങനെ? ഭയങ്കര രസമാണ് അത് ഇഷ്ടപ്പെടും നമ്മൾ. ഞാനൊക്കെ പോയിട്ട് ഫോട്ടോ ചോദിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര മടിയുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇതിൽ കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത്, ഇത് ചോദിക്കണം. അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ നിന്നത് മമ്മൂക്ക തന്നെയാണ്. എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ചോദിച്ച് മേടിച്ചിട്ടുണ്ട്. മടിയുള്ള ആളാണ് ചോദിക്കാൻ, പക്ഷേ ഭയങ്കര ഉള്ളിൽ ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോ എടുക്കണം എന്നൊക്കെ തോന്നിയ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും ചോദിക്കാനുള്ള ഒരു മടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് നമ്മളിലേക്ക് അത് വരുമ്പോൾ ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ അത് എല്ലാവരെയും കെട്ടിപ്പിടിക്കാനും മാക്സിമം അങ്ങനെ തന്നെ ഹഗ് ചെയ്തിട്ട് തന്നെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാറ്. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ, ലേഡീസ് ആണെങ്കിൽ കമ്മിയായിരിക്കും, പക്ഷെ ചെക്കന്മാരൊക്കെ ആണെങ്കിൽ ഞാൻ വേഗം ഹഗ് ചെയ്ത് പിടിച്ചിട്ട് തന്നെ ഫോട്ടോ എടുക്കുക. കാരണം നമ്മളത് ഞാൻ എന്നെ കാണുകയല്ലേ, അത് ഭയങ്കര രസമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പടം തിയേറ്ററിൽ എത്താൻ വേണ്ടി പോകും. എനിക്കറിയാം ഒരുപാട് വർഷത്തെ ഒരു ജേണി ഇല്ല ഈ പടം തിയേറ്ററിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു, നിങ്ങൾ കാത്തിരിക്കുന്ന കുറേ വർഷം നിങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈനലി തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും നേരാണ്. അപ്പം സിനിമ ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. MIOPയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ്, നിങ്ങളുടെ സിനിമയുടെ പേരും നിങ്ങളുടെ പേരും എൻഗ്രേവ് ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് എനിക്ക് തരാൻ വേണ്ടി പോകുന്നത്. കൂടെ ഡിസംബർ 6, 7 ഒച്ച മ്യൂസിക്കൽ ഫെസ്റ്റ് നടക്കുകയാണ്. സോ അതിൻ്റെ ഒരു ടിക്കറ്റും കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. നമ്മുടെ സിനിമയുടെ പേരും എൻഗ്രേവ് ചെയ്തിട്ടുള്ള MIOPയുടെ. താങ്ക് യു സോ മച്ച്.